എസ്.ഡി.പി.യുടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യക്ഷമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിൽ എസ്.ഡി.പി.യുടെ ലഘുലേഖകളൊക്കെ പല സ്ഥലങ്ങളും പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണല്ലോ. എസ്.ഡി.പി.യും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും ഈ പറയുന്ന ലീഗും കോൺഗ്രസും ഇവരാണിപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകെട്ട്. മതരാഷ്ട്രം വേണമെന്ന് ലോകത്തോട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി. അതിൻ്റെ ഒപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനം ഏറ്റവും ശക്തിയായി നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് എസ്.ഡി.പി.ഐ. അവരാണിപ്പോൾ സഖ്യകക്ഷിയായിട്ട് രാഹുലിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതാണ് ഇന്നലെ പുറത്തു വന്നത്. അത് നിങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. അതെന്തെങ്കിലൊന്നും പറയാതെ തീവ്ര വലതുപക്ഷം എന്ന് മാത്രമല്ല, തീവ്ര വർഗീയ വിഭാഗമാണ് അവർ. ആ വിഭാഗമാണ് ഇന്നലെ പരസ്യമായിട്ട് ഇന്നലത്തെ നിസ്കാരത്തിന് ശേഷം ലഘുലേഖ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, ഓരോ പള്ളിക്ക് മുമ്പിലും കൊടുത്തിട്ടുള്ളത്. അത് ഇവരുടെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. മതരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ടേക്ക് വെക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന തീവ്ര വർഗീയ പാർട്ടിയാണ്, വർഗീയ വിഭാഗമാണ് എസ്.ഡി.പി.ഐ. ഇവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയൊക്കെ പറയുന്നത് CPM ഇസ്ലാമോഫോബിയ പറയണം, അതുകൊണ്ടാണ് അവരുടെ പ്രചരണ രീതി മാറ്റുന്നവരെ അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്ന രീതിയിൽ. അല്ല, ഞങ്ങളും അവരുടെ സപ്പോർട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ RSനെ പോലെ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിനെയും കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് RSSൻ്റെ കൗണ്ടർ പാർട്ടാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് രണ്ടിനെയും ഒരേപോലെ തന്നെ തീർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്.